ആ നല്ല നേരത്താണല്ലേ വന്നത്. വാടാ ഇരിക്ക്, കഴിക്കാം. ഓ വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടേ അറിയുന്നത്. വേണേലൊരു ചായ കുടിക്കാം. അച്ഛനും ചക്കപ്പുണ്ടല്ലേ? ആ ആ മാനു വരാന്ന് പറഞ്ഞിരുന്നു, കണ്ടില്ല. മാനു പുറത്തുണ്ടല്ലോ. ആ വന്നോ? ഇവരൊക്കെ വന്ന പറഞ്ഞതെന്താ? ഇത് കുറെ ഉണ്ടല്ലോ മാഷേ. അച്ഛാ, റോബസ്റ്റൊക്കെ അതിൻ്റെ കാര്യം എന്താ ചെയ്യണ്ടേ? റെജിമിനെ ഞാൻ വിളിച്ചിരുന്നത്രേ, അത് ചോദിക്കാനായിരിക്കും. എന്താടാ, കൃഷിയാണോ? ഇനി പണ്ടത്തെ പോലെ ഒരു പരീക്ഷണമാണോടാ? നീ ഇനി പഴയ പോലെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ അച്ഛൻ്റെ കാശ് കൊണ്ട് കളയാനാണോ? നിനക്ക് എന്തിൻ്റെ കടിയാടാ മൈരേ? എന്താടാ നിന്റെ പൈസ അത് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ കാലത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തരും. വെറുതെ വീട്ടിൽ കയറി ഒന്ന് ചൊറിയാൻ നിൽക്കില്ല മേരെ. ഇവിടെ മനുഷ്യൻ അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ. നീ അതും കൂടി മനസ്സിലാക്കണം. നീ മാത്രമല്ല ചിന്തിക്കും. പിന്നെ നിന്റെ ഈ സ്വഭാവം ശരിയായിരിക്കും. നീ തരാന്ന് പറഞ്ഞ ആളുകളെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് വരാവേ. ആ പതിയെ മതി. ഡാ, ഞാൻ പറയുന്നല്ലോ, നീ കേൾക്കണ്ട. തരാടാ. ആ ചേച്ചി, അവിടെ നന്നായിട്ട് കുറുമ്പൊക്കെ കാണിച്ചോളൂ. പോണേന് മുന്നേ ചേച്ചി പുറത്ത് പണിക്കാർക്കുള്ള ഭക്ഷണം എടുത്തു കൊടുത്തേക്കണേ. ആ ശരി മോളെ. പുതിയതാ ഇതൊക്കെയാണല്ലോ. റെഡി ആട്ടോ അനി, വാടാ. ബ്ലാക്കിയുടെ അടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നു പറ. ബ്ലാക്കിയെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരും ട്ടോ. ബാക്ക് ടയറിൽ എയർ ഒന്ന് ചെക്ക് ചെയ്യണം. ഷാജി, ബ്ലാക്കിയെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരും ട്ടോ. ബാക്ക് ടയറിൽ എയർ ഒന്ന് ചെക്ക് ചെയ്യണം. ഷാജി അതാ വരുന്നു. പിന്നെ നിന്റെ വണ്ടിയുടെ ചാവി എനിക്കൊന്ന് വേണം. മഴയ്ക്ക് മുമ്പ് അടക്ക കയറ്റിവിടാനുള്ളതാ. ദേ നോക്കിയേ, ഷാജി ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാം എൻ്റെ തോന്നലല്ലേ? എല്ലാം എൻ്റെ ഉള്ളിലെ ഫിയറാന്ന് പറ ഷാജി. ഇവിടെ ഒരു പ്രശ്നവുമില്ല. താൻ പോയി ഹാപ്പി ആയിട്ട് വാ.